കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടി കന്യാകുമാരി സ്റ്റേഷനിലുണ്ട് എന്ന രീതിയിലുള്ള സൂചന ലഭിക്കുന്ന വെളുപ്പിന് കുട്ടിയെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കണ്ടു എന്നാണ് വിവരം. ഏതാണ്ട് ഈ കുട്ടിയെ കാണാതായിട്ട് 21 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. അസം സ്വദേശിയാണ് ഈ പെൺകുട്ടി. അമ്മ തല്ലി എന്നതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങിയതാണ്. ഇന്ന് വെളുപ്പിനാണ് 24-ലെ ഈ കുട്ടിയുടെ ചിത്രം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം കൊണ്ട് പിതാവ് ഈ കുട്ടി തന്നെയാണ് വീട് വിട്ടു പോയത്, ഇത് എൻ്റെ മകളാണെന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും ഏതാണ്ട് 21 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. വളരെ ചടുലമായ അന്വേഷണം തന്നെയാണ് കേരള പോലീസ് കന്യാകുമാരി പോലീസുമായി സഹകരിച്ച് നടത്തുന്നത്. എന്നാൽ ഈ കുട്ടിയിലേക്ക് എത്താനുള്ള ലീഡ് അവർക്കുണ്ടെങ്കിൽ പോലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കഴക്കൂട്ടത്തെ സബ് ഇൻസ്പെക്ടർ നേതൃത്വമുള്ള പോലീസ് സംഘം ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ് അന്വേഷണം നടത്തുന്നത്. ഒരുപക്ഷേ ഇത്രയും മണിക്കൂർ നീണ്ടുപോയൊരു തിരച്ചിലിനൊടുവിൽ ഏറ്റവും അടുത്ത് ഈ കുട്ടിയുടെ അടുത്ത് തന്നെ അവർ എത്തിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരമുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കുട്ടി ഏതോ ആളൊഴിഞ്ഞ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് സംഘം. കാര്യം കന്യാകുമാരി വിട്ടുപോകാനുള്ള വണ്ടിക്കൂലി പോലും ആ കുട്ടിയുടെ കയ്യിലില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ ചിത്രം ആദ്യമായിട്ടെടുത്ത ബബിത 24-നോട് അല്പം മുമ്പ് പറഞ്ഞത്. വെറും 40 രൂപ മാത്രമേ ഈ കുട്ടിയുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ കന്യാകുമാരി വിട്ടുപോകാൻ സാധ്യതയില്ല. മാത്രമല്ല ഇന്ന് വെളുപ്പിന് ഈ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ കാണും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് കഴക്കൂട്ടം പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസിൻ്റെ അന്വേഷണം ത്വരിതമായ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഒരുപക്ഷേ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മുടെയും വിശ്വാസം. വരുന്ന സൂചനകളനുസരിച്ച് ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ആ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറം ലോകത്തെ അറിയിക്കാൻ കഴിയും. ഈ കുട്ടിയെ കാണാതായതിനു ശേഷം വളരെ ഇടതടവില്ലാതെ നമ്മൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കിടക്കുന്ന ട്രെയിനും പ്ലാറ്റ്ഫോമും, ഇവിടെ 6 പ്ലാറ്റ്ഫോമുണ്ട്. 6 പ്ലാറ്റ്ഫോമും അതേപോലെ തന്നെ പരിസരവും എല്ലാം ചെക്ക് ചെയ്തു. ഇന്നലെ ഈ കുട്ടിയെ കണ്ടതായിട്ട് ആരെങ്കിലും പറഞ്ഞു? ഇല്ല, ഇന്നലെ ആരെയും പറഞ്ഞിട്ടില്ല. ഈ കുട്ടിയോട് വന്നതായിട്ട് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ രാവിലെ 5:30 വെളിയിൽ കണ്ടുവന്ന്, സ്റ്റേഷന് വെളിയിൽ കണ്ടുവന്ന് ആട്ടോക്കാർ പറയുന്നതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. റെയിൽവേ സ്റ്റേഷൻ ഏത് ഭാഗത്ത്? അല്ല, റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ആട്ടോക്കാർ കണ്ടുവന്ന് പറയുന്നു. ഇങ്ങോട്ട് നടന്നു പോകുമായിരുന്നോ കുട്ടി? അവര് ബീച്ച് സൈഡിലേക്ക് ആ സൈഡിൽ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും അങ്ങനെ അടയാളം പറഞ്ഞോ? അല്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഫോട്ടോ അവരെ കാണിച്ചെന്തെങ്കിലും? ഫോട്ടോ കാണിച്ച് അവർ കണ്ടു എന്ന് പറയുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ നടന്നാണ് ഈ ബീച്ച് ഭാഗത്തേക്ക് പോകുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ നോക്കിയോ? ഈ സ്റ്റേഷനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ പറ്റില്ല, ഇതുവരെയും കണ്ടില്ല. പുറത്തുണ്ടോ സാറേ CCTV ദൃശ്യങ്ങൾ? പുറത്ത് റോഡിലേക്ക് ഉണ്ട്. അത് പരിശോധിക്കുന്നു. അവിടെ പിന്നെ ലോക്കൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. DSP സാർ രാവിലെ വന്നിരുന്നു. കന്യാകുമാരി DSP സാർ, മഹേഷ് സാർ ഇവിടെ വന്നിരുന്നു. സാറും അവരുടെ ടീമും എല്ലാം വെളിയിൽ പരിശോധിക്കും. ഉണ്ട്. ബീച്ചിലേക്ക് റോഡായിട്ട് 1 കിലോമീറ്റർ. കുട്ടിക്ക് നടന്നു പോകാനുള്ള ദൂരം അത്ര. ആ ഭാഗത്തെല്ലാം CCTV ക്യാമറ ഉണ്ടല്ലേ? ആ ഭാഗത്ത് കടയുടെ ക്യാമറകളും അങ്ങനെയുള്ള ക്യാമറകളൊക്കെ ഇല്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ മനസ്സിലാക്കുന്നത്. അല്ല, റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു. പിന്നെ എങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ രാവിലെ ഈ 5:30 ഈ ട്രെയിൻ രാവിലെ വന്നതാണ്. ചെന്നൈയിൽ നിന്ന് കന്യാകുമാരിക്ക് വന്ന ട്രെയിൻ. അങ്ങനെ കണ്ടുവെങ്കിൽ ചിലപ്പോൾ ഈ ട്രെയിനിൽ വന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ CCTV നോക്കുന്നുണ്ട്. കന്യാകുമാരി ട്രെയിൻ വന്ന ശേഷം പിന്നീട് പുറത്തു പോയി തിരിച്ചു വന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ സ്റ്റേഷൻ പരിസരത്ത് ആരും കണ്ടിട്ടില്ല. സ്റ്റേഷന് വെളിയിലാണ്, റോഡ് സൈഡിലാണ് കണ്ടുവന്ന് ആട്ടോക്കാർ പറയുന്നത്. ഇന്നലെ ഇപ്പോൾ കേരള പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് 12 കുട്ടി ട്രെയിൻ കയറി ഐലൻഡ് എക്സ്പ്രസ്സിൽ ഇന്നലെ 3:30 ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് എന്തെങ്കിലും CCTV വിഷ്വൽ കിട്ടുന്നുണ്ടോ? അല്ല, ഇവിടെ വന്നിട്ടില്ല. അതാണെങ്കിൽ നിങ്ങളുടെ നിഗമനം അനുസരിച്ച് രാവിലെ അങ്ങനെ ഇപ്പോൾ 5:30 ശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. ഈ രാത്രി കണ്ടില്ല എന്ന് പറയുന്നത് നമ്മൾ രാത്രി തുടർച്ചയായിട്ട് പരിശോധന നടത്താം. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇന്നലെ കണ്ടിട്ടില്ല. അതായത് വൈകിട്ട് ട്രെയിൻ വന്നതിന് പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു ആ സാധ്യത ഇല്ല. രാത്രി ഫുള്ളായിട്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ റോന്ത് ചെയ്യുന്നു. കാരണം ഏരിയ കുറച്ചായതുകൊണ്ട് ഇവിടെ വെയിറ്റിംഗ് റൂം ഇവിടെ എല്ലാം നോക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ കന്യാകുമാരി ട്രെയിൻ തന്നെയല്ലേ കുട്ടി വന്നിരിക്കുന്നത് ഇവിടെ? അത് അറിയാൻ പാടില്ല, ഏതിലാണ് വന്നതെന്ന് അറിയാൻ പാടില്ല. ഈ ട്രെയിൻ വന്ന സമയത്ത് വെളിയിൽ കണ്ടു എന്നാണ് ആട്ടോക്കാർ പറയുന്നത്. സാർ ഒരൊറ്റ ക്ലാരിറ്റിക്ക് വേണ്ടി കൂടെ ചോദിക്കട്ടെ സാർ, ഒരൊറ്റ ചോദ്യം. അതായത് നമ്മൾ ഈ നിലവിൽ ഇപ്പോൾ ഈ പറയുന്നത് നമ്മൾ ഈ മറ്റൊരു ട്രെയിനിലായിരിക്കും വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പുറത്ത് വെച്ച് ആൾ കണ്ടു എന്നുള്ളതാണ്. പുറത്ത് വെച്ച് കണ്ടുവന്ന് ആട്ടോക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളാരും പിന്നെ കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ ഡ്യൂട്ടിയിൽ ആളുണ്ടായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ഫുള്ളായിട്ട് ആളുണ്ടായിരുന്നു. അതേപോലെ CCTV പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ പരിസരത്ത് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് പരിശോധിച്ചു. ഈ ഓട്ടോറിക്ഷക്കാരെയൊക്കെ ഈ കേരള പോലീസ് അയച്ചിരുന്ന ഫോട്ടോ കാണിച്ചിരുന്നു സാർ? എല്ലാവരും കാണിച്ചിരുന്നു. ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അവർ ഒരാൾ ഇതേപോലെ കണ്ടു എന്ന് പറയുന്നു.
എന്നിട്ട് അവർ പറയുന്നുണ്ട് എങ്ങോട്ടേക്ക് ഈ കുട്ടി പോയിട്ടുണ്ടാവുക എന്നതെല്ലാം പറഞ്ഞു. ബീച്ച് സൈഡിലോട്ട് ആ സൈഡിലോട്ടുള്ള ബസ് സ്റ്റോപ്പിൻ്റെ പിന്നെ ആ ചർച്ച് റോഡിൻ്റെ സൈഡിൽ കണ്ടു എന്നാണ് പറഞ്ഞത്. ചർച്ച് റോഡിൻ്റെ സൈഡ് നമ്മുടെ CCTV ദൃശ്യത്തിൻ്റെ റിസൾട്ട് വല്ലതും വന്നിട്ടുണ്ടോ? CCTV ഇവിടെ സ്റ്റേഷനകത്തുള്ളതേ ഉള്ളൂ. സ്റ്റേഷനിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഇന്നലെ ഉച്ച മുതൽ നോക്കിയായിരുന്നു ഉള്ളത് നോക്കുന്നത് അത് മിസ്സിങ് വന്ന സമയം തൊട്ട് ഞങ്ങൾ ആൾക്കാർ നോക്കുന്നുണ്ട്. ഈ ഫോട്ടോ തന്നെയാണ്. പല തരത്തിലുള്ള ഫോട്ടോസ് ഉണ്ട് ഞങ്ങളതിൽ. ഞങ്ങൾ ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റേഷൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല, ഒരു പക്ഷേ സ്റ്റേഷൻ്റെ പുറത്തായിരിക്കാം ഉണ്ടാവും. അതെ ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നു പോയത് വല്ലതുമാകാം. അതെ അതെ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. 5 o'clock I will watch the train. 5 o'clock. 5 o'clock I will watch the train. No, not coming to there. അപ്പോൾ SKN അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന വിവരം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കൂടി ഇറങ്ങി നോക്കാം. അതായത് ഇപ്പോൾ ഈ തമിഴ്നാട് RPF അതായത് റെയിൽവേ പോലീസ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള പത്മകുമാർ സാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് ഇപ്പോൾ കേരള പോലീസിൻ്റെ വിലയിരുത്തലനുസരിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണി മുതൽ 1 മണിക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്ത ഒരു ട്രെയിനിൽ കയറുന്നു. അതിനുശേഷം ഏതാണ്ട് 3 മണി 4 മണി സമയത്തോടു കൂടി ഇവിടേക്ക് എത്തും. 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ളൊരു സമയത്ത് എത്തിപ്പെടാനുള്ള സാധ്യത, അതാണ് കേരള പോലീസ് ഇക്കാര്യത്തിൽ വിലയിരുത്തിയ ഒരു കാര്യം. പക്ഷേ അതല്ല, ഈ കുട്ടിയെ സജീവമായി ഇന്ന് രാവിലെ 4 മണിക്ക് ശേഷം വന്ന ഒരു ട്രെയിൻ ഇറങ്ങി പക്ഷേ പുറത്തേക്ക് പോയിട്ടുണ്ടാകാം. അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ് അത് കണ്ടത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ മറ്റു ചില ഉദ്യോഗസ്ഥർ കൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നൽകാനുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്നും വരല, ഇനി വരല. ഈ കണ്ട ഓട്ടോ ഡ്രൈവർമാരാരാണെന്ന് അറിയാം? ഇല്ല തെരിയില്ല. സാധാരണ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ഥലമല്ലല്ലോ അല്ലേ? ഒരു കുഞ്ഞൊറ്റക്ക് നിന്നാലും ബട്ട് ഇങ്ങനെ സേഫ്റ്റി ഉണ്ട്. ഒരു കുഞ്ഞൊറ്റക്ക് നിന്നാലും സുരക്ഷിതമാണ് അല്ലേ? സേഫ്റ്റി ഉണ്ട്. കന്യാകുമാരി പുറത്ത് തുടങ്ങി സേഫ്റ്റി ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇല്ല. സീയിലേക്ക് പോകാനുള്ള സാധ്യതയാണോ കൂടുതൽ? അങ്ങനെയാണെങ്കിൽ ஃபுல்லாக பார்த்தாச்சு. பீச்சு, பஸ் ஸ்டாண்டு, ரெசார்ட்ஸு, லாட்ஜ் எல்லா ஏரியாவும் பார்த்துட்டு. എല്ലാം രാവിലെ മുതൽ പോലീസ് വന്നു തുടങ്ങി. எங்கள் கன்னியாகுமரி DSP சார் இதில் சூப்பர்வைசிங்கில் எல்லா ஏரியாவும் ഇന്ന് பார்த்து. രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയോ? ஒரு പരിശോധന 4 മണി 4:30. 4:00 തന്നെ തുടങ്ങി. ஆமாம். ഈ ഇവിടുത്തെ CCTV ക്യാമറകളൊക്കെ നോക്കി ആ കുട്ടി ഇന്നലെ രാത്രി ഇനി பார்க்கணும். SKN ഇതാണ്. നമുക്ക് ഇനിയിപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള സംഘം അവരുടെ ഇനി അടുത്തൊരു ആക്ഷൻ പ്ലാൻ എന്താണെന്ന് അറിയണം. ആ സംഘം എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. കാരണം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ചില അവ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് കേരള പോലീസിൽ നിന്നുള്ള സംഘം അവരെ ഇങ്ങനൊരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് മൊബൈൽ ഫോണിലെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ചോദിച്ചറിയുകയാണ്. തൊട്ടപ്പുറത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഈ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് രാവിലെ 5 മണിക്ക് ശേഷമാണ് ഈ കുട്ടി ഇവിടേക്ക് വരാൻ സാധ്യതയുള്ളതായി ഇവർ കരുതുന്നത്, RPF കരുതുന്നത്. കാരണം അതിനു മുൻപ് ഇവർ കുറച്ച് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും അതിനുശേഷം ഈ ഭാഗത്ത് ഈ ഓട്ടോറിക്ഷക്കാരാണ് ഈ കുട്ടിയെ കണ്ടത്. ശേഷം കടൽ ഭാഗത്തേക്ക് ഈ കുട്ടി പോയി എന്നുള്ളതാണ് നിലവിലിപ്പോൾ പോലീസിൻ്റേതായിട്ടുള്ളൊരു വിലയിരുത്തൽ. പക്ഷേ ഇവർ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു എന്ന് പറയുന്നു. ഇന്ന് രാവിലെയും പരിശോധിച്ചു എന്ന് പറയുന്നു. അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഇനി കേരള പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ, തുടർ നടപടി അതായിരിക്കും നിർണായകമായി മാറുക. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഭാഗത്തേക്ക് കയറി വരികയായിരുന്നു. SI അദ്ദേഹം തൊട്ടപ്പുറത്തേക്ക് സ്റ്റേഷൻ ഓഫീസിലേക്ക് കയറിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 പ്രതികരണങ്ങൾ കേട്ടു. അതിലൊന്ന് തമിഴ്നാട് പോലീസിൻ്റെ പ്രതികരണം കേട്ടു, 2 RPFിൻ്റെ പ്രതികരണം കേട്ടു. 2 പ്രതികരണത്തിലും അവർ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. അതായത് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ കേരള പോലീസ് പറയുന്നൊരു സമയത്തേക്ക് ഇവിടേക്ക് ഈ കുട്ടി എത്താനുള്ള സാധ്യതയില്ല. പകരം ഇന്ന് പുലർച്ചെ 5 മണിക്ക് ശേഷം, 5 മണിക്കാണ് ട്രെയിൻ വന്നത്, ആ ട്രെയിനിൽ ഒരുപക്ഷെ ആ കുട്ടി എത്തിയതാകാം എന്നുള്ളതാണ് ഇപ്പോൾ RPF അടക്കം വ്യക്തമാക്കുന്ന കാര്യം. അതിനുശേഷം, അതായത് അങ്ങനെ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വല്ലതും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കണ്ടതാകും. ഈ RPF ഉദ്യോഗസ്ഥർ ഈ കേരള പോലീസ് അയച്ചു കൊടുത്ത ഫോട്ടോ ഓട്ടോ റിക്ഷ ആളുകളെ കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കാണിച്ച സമയത്താണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി കടൽ തീരം ഉള്ള ഭാഗത്തേക്ക് പോയതായി സംശയിക്കപ്പെടുന്നതായി പറയുന്നത്. ഏതായാലും തമിഴ്നാട് പോലീസിൻ്റെ സംഘം നമുക്ക് കുട്ടി നടന്നു പോയൊരു വഴി പക്ഷേ ഇങ്ങനെയായിരിക്കാം. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി
ഇത് അങ്ങോട്ടേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ സംഘമാണിവർ. അവരുടെ തമിഴ്നാട് പോലീസിൻ്റെ സംഘം ഈ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് ബീച്ച് സൈഡിലേക്ക് പോയി അവർ ബീച്ചിലൊക്കെ നടത്തി, അവിടുത്തെ കടകളുടെ ഭാഗത്തൊക്കെ അന്വേഷണം നടത്തി. അവിടെയെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തമിഴ്നാട് പോലീസിൻ്റെ സംഘം നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സാർ, ഒരു സംശയം, വൺ ഡൗട്ട്. നമ്മൾ ഈ സീ ഫേസിലൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നോ, നോക്കിയിരുന്നോ കുട്ടിയെ? ഈ കടൽ പക്കമൊക്കെ பார்த்தாச்சு. എങ്കയില്ലേ? கடற்கரைலாம் பார்த்தாச்சு, அங்கெல்லாம் இல்லை. அந்த ഷോപ്പുകൾ അത് ഷോപ്പുകൾ മറ്റോ சோப்பா ഷോപ്പ് ஷாப்பிங்கெல்லாம் பார்த்தாச்சு. அங்கெல்லாம் CCTV இருக்கே சார்? இருக்கு, அது செக் பண்ணணும். நீங்கள் ஸ்டேஷனில் போகிறாரு பார்க்க முடியும். கண்ட்ரோலில் ஸ்டேஷனில் தான் இருக்குது. ஸ்டேஷனில் சொல்லி பார்க்கணும். இங்கே டிஎஸ்பியாக வந்தாங்க. டிஎஸ்பியாக 5 மணிலேருந்து அவர் அங்கே கூட தான் சுற்றிட்டு இருக்காரு. அவங்க அவருக்காரில் நாங்கள் எல்லோரும் சேர்ந்து தான் பார்த்துட்ருக்கோம். எல்லாருமே நாங்கள் எங்கள் போலீஸ் டீம் அவ்வளோ பேருமே பார்த்துட்டு தான் இருக்கோங்க. கண்ட்ரோல்லேருந்து சொன்னாங்க, அதிலேருந்தே நாங்கள் 4:30 மணிலேருந்து எல்லா இடமும் தேடிட்டு தான் இருக்கோம். டிஎஸ்பியாக தேட்டாங்க. எங்கள் இன்ஸ்பெக்டரு, கன்னியாகுமரி இன்ஸ்பெக்டரு, ஹைவே பட்டல் பார்ட்டி, பீட்டு பார்ட்டி எல்லாருமே தேடிட்டு தான் இருக்கோம். லாட்ஜஸ் வர போய் பார்த்தாச்சு. பப்ளிக் டாய்லெட்டு, பாத்ரூமு, பப்ளிக் டாய்லெட்டு, லாட்ஜஸ்ஸு எல்லா இடமும் நாங்கள் பார்த்துட்டு தான் இருக்கோம். இப்போவும் பார்த்துட்டு தான் இருக்கோம். அங்கே டீம் நிற்கிறாங்க. பீச்சு சன்செட் பாயிண்ட் டு சன்ரைஸ் பாயிண்ட் வரை எல்லா இடமும் பார்த்தாச்சு. டெம்பிள் എല്ലാ ഇടം பார்த்தாச்சு. അതിപ്പോൾ ഈ തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥരാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ കടൽ തീരം, കടലിൻ്റെ ആ ഭാഗം, അവിടുത്തെ ഷോപ്പുകൾ, അതേപോലെ തന്നെ അമ്പലം, ക്ഷേത്രം, കന്യാകുമാരി ക്ഷേത്രം, അവിടെ അടക്കം പരിശോധന നടത്തി. പക്ഷേ അവിടെ നിന്നും എങ്ങും ഒരു പോസിറ്റീവായ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. ഇവർ അപ്പോൾ അടുത്ത ഘട്ട അന്വേഷണം, അതായത് ഈ സ്റ്റേഷനിലെ CCTV ദൃശ്യം, അതായത് സ്റ്റേഷനിൽ അവർ റിസീവ് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊന്നും കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ സംഘം പോയി എന്നാണ് ആ തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥൻ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. നമ്മളെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ വിവരശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം. മാത്രമല്ല കേരള പോലീസിൻ്റെ സംഘം ഇവിടെ തുടരുകയാണ്. അവരുടെ അടുത്ത നീക്കം എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് അതാണ് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് മിനിറ്റ് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പോലെ എല്ലാം ലളിതമാകാൻ, എല്ലാം എളുപ്പമാകാൻ സാധ്യതയില്ല സ്കാൻ. കാരണം ഓരോ ഘട്ടം റാവുത്തറാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.